നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വളരെ പെട്ടെന്ന് പണത്തിന് ആവശ്യം വരുമ്പോൾ വെറും 1 മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച പണം നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരുവാൻ വളരെ അത്ഭുതകരമായ ആകർഷണ ശക്തിയുള്ള ഒരു ദേവതയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഈ ദേവതയുടെ പേര് പറഞ്ഞാൽ മാത്രം മതി. നിങ്ങൾ പോലും അറിയാതെ പല വഴികളിലൂടെ പണം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. അതായത് പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഈ ദേവതയുടെ പേര് പറയും തോറും സാമ്പത്തികപരമായിട്ടുള്ള നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഈ ദേവത മാറ്റിത്തരുന്നതാണ്. ഈ ദേവതയെ പ്രാർത്ഥിച്ച് ഈ ദേവതയുടെ പേര് ചൊല്ലി ഒരുപാട് പേർക്ക് അവരുടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടിയിട്ടുണ്ട്. ഇതുമാത്രമല്ല, ഈ ദേവതയെ പൂർണ്ണ വിശ്വാസത്തോടു കൂടി ആരാധിച്ചാൽ നിങ്ങളുടെ സാമ്പത്തികപരമായ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നതാണ്. അതായത് തൊഴിൽപരമായ തടസ്സങ്ങൾ, ശമ്പളം ലഭിക്കുന്നതിനുള്ള തടസ്സങ്ങൾ, കടബാധ്യത, ഇനി ആരെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്നും പണം വായ്പ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കടമായി പണമോ സ്വർണമോ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിതുവരെയും പറഞ്ഞ സമയത്ത് തിരികെ നൽകിയിട്ടില്ല എങ്കിൽ ഉറപ്പായും അങ്ങനെയുള്ള നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം ഈ ദേവതയെ ആരാധിക്കുന്നതിലൂടെ അത് മാറിക്കിട്ടുന്നതാണ്. അതിനായി പണത്തിൻ്റെ ദേവതയായ നിധിക ഏഞ്ചലിനെയാണ് അല്ലെങ്കിൽ ദേവതയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. നിങ്ങളുടെ സാമ്പത്തികപരമായ എല്ലാ ആവശ്യങ്ങൾക്കു വേണ്ടിയും നിധിക ദേവതയെ നിങ്ങൾക്ക് ആരാധിക്കാവുന്നതാണ്. ഇനി ആരാധിക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് പൂജയുടെയോ അല്ലെങ്കിൽ വഴിപാടിൻ്റെയോ ഒന്നും തന്നെ ആവശ്യമില്ല. ഒരു പ്രത്യേകമായ രീതിയിൽ ഈ ദേവതയുടെ പേര് പറഞ്ഞാൽ മാത്രം മതി. നിങ്ങൾക്ക് എത്ര പണമാണോ വേണ്ടത് ആ പണം നൽകി ഈ ദേവത നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ്. ഈ ദേവതയുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അടുത്ത നിമിഷം മുതൽ തന്നെ അതിനുള്ള റിസൾട്ട് ലഭിക്കുവാൻ ആരംഭിക്കുന്നതുമാണ്. അത്രയേറെ പവർഫുള്ളായ ഒരു ദേവതയാണിത്. ഇനി ഈ ദേവതയുടെ പേര് പറയുന്നതിന് പ്രത്യേകമായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും തന്നെ ഇല്ല. അതായത് ഈ ഒരു പേര് ചൊല്ലുവാൻ വിളക്ക് കൊളുത്തണമെന്നോ പൂജ ചെയ്യണമെന്നോ മന്ത്രം ചൊല്ലണമെന്നോ അങ്ങനെ യാതൊരു നിബന്ധനകളുമില്ല. മാത്രമല്ല, കുളിച്ചതിന് ശേഷം മാത്രമേ ഈ പേര് ചൊല്ലുവാൻ പാടുള്ളൂ എന്നില്ല. മാത്രമല്ല, പുലവാലായ്മയുണ്ടെങ്കിലും സ്ത്രീകൾക്ക് പീരീഡ്സ് ആയിരുന്നാലും ഈ ദേവതയുടെ പേര് ചൊല്ലാവുന്നതാണ്. ഇനി ചിലർക്കെങ്കിലും സംശയം തോന്നാം, നോൺ വെജ് കഴിച്ചതിന് ശേഷം ഇത് ചൊല്ലാൻ പാടുണ്ടോ എന്ന്. അങ്ങനെ യാതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇതിനില്ല. അതുപോലെ തന്നെ നിങ്ങൾ എവിടെയാണോ ഉള്ളത് ആ നിൽക്കുന്നിടത്ത് തന്നെ ഇരുന്ന് ഈ പേര് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. കാരണം എപ്പോഴാണ് നമുക്ക് പണത്തിൻ്റെ ഒരു ആവശ്യം വരുന്നതെന്ന് ആർക്കും പറയുവാൻ സാധിക്കില്ല. അങ്ങനെ വളരെ പെട്ടെന്ന് അടിയന്തരമായി പണത്തിന് ആവശ്യം വരുന്ന ആ ഒരു സന്ദർഭത്തിൽ നിൽക്കുന്നിടത്ത് നിന്നുകൊണ്ട് തന്നെ ഈ ദേവതയുടെ പേര് ചൊല്ലാവുന്നതാണ്. ഇനി ഒരു പരീക്ഷണാർത്ഥം 1 മണിക്കൂറിനുള്ളിൽ എനിക്കൊരു 2 കോടി രൂപ വേണമെന്നൊന്നും പറഞ്ഞാൽ അത് നടക്കുവാൻ പോകുന്നില്ല. നമ്മുടെ ന്യായമായ സത്യസന്ധമായ ഏതൊരു ആവശ്യത്തിന് വേണ്ടി മനസ്സുരുകി പ്രാർത്ഥിക്കുന്നുവോ അല്ലെങ്കിൽ ഈ ദേവതയുടെ പേര് ചൊല്ലുന്നുവോ ആ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള പണം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതായത് വളരെ അർജൻറ്റായി നിങ്ങൾക്കൊരു 10,000 രൂപയുടെയോ അല്ലെങ്കിൽ 1,00,000 രൂപയുടെയോ അല്ലെങ്കിൽ 50,000 രൂപയുടെയോ ഒരാവശ്യമുണ്ടായി എന്ന് കരുതുക. ആ ഒരു സമയത്ത് ഭക്തിയോടുകൂടി ഈ ദേവതയുടെ പേര് ചൊല്ലുക. ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിലിൽ നല്ലൊരു ലാഭമുണ്ടാകണം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തമായി നടത്തുന്ന ബിസിനസ്സിൽ ഈ ഒരു മാസം അധിക ലാഭമുണ്ടാകണം, ഇത്ര രൂപ ഒരു എമൗണ്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. ആ ഒരു തുക നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയും ഈ ദേവതയെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി നിധിക ദേവതയെ പ്രാർത്ഥിച്ച് നമുക്ക് ആവശ്യമുള്ള പണം എങ്ങനെയാണ് നേടിയെടുക്കേണ്ടതെന്ന് നോക്കാം. വീഡിയോയിൽ കാണുന്ന ഈ ഒരു ചിത്രമാണ് നിധിക ദേവതയുടെ അതിശക്തിയാർന്ന സിമ്പൽ. നിധിക ദേവതയുടെ പേര് ചൊല്ലുന്നതിന് മുൻപ് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യം ഈ ദേവതയോട് പറയുന്നതിന് മുൻപ് തന്നെ ഈ ഫോട്ടോ നിങ്ങളുടെ മൊബൈലിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. അല്ലെങ്കിൽ ഈ സിമ്പിൾ നിങ്ങൾക്ക് വരയ്ക്കുവാൻ സാധിക്കുമെങ്കിൽ ഒരു പേപ്പറിൽ വരച്ചും നിങ്ങളുടെ കയ്യിൽ വയ്ക്കാവുന്നതാണ്. വളരെ അത്ഭുത ശക്തിയുള്ള ഈ ഒരു സിമ്പിൾ നോക്കിയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള പണം ഈ ദേവതയോട് പറയേണ്ടത്. പണത്തിന് ആവശ്യം വരുന്ന ആ ഒരു സമയത്ത് ഈ സിമ്പിൾ നോക്കി ദേവതയുടെ പേര് 3 തവണ ചൊല്ലുക. അതായത് നിധിക, 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 ഇങ്ങനെ 3 തവണ ചൊല്ലുക. ഇനി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര രൂപയാണോ വേണ്ടത് ആ ഒരു എമൗണ്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സങ്കല്പിക്കുക. 3 തവണ ഈ ദേവതയുടെ പേര് ചൊല്ലിയതിന് ശേഷം ഇപ്പോൾ നിങ്ങൾക്ക് 1,00,000 രൂപയാണ് ആവശ്യമെങ്കിൽ ആ പണം നിങ്ങൾക്ക് ലഭിച്ചതായി ഈ ദേവതയോട് നന്ദി പറയുക. അതായത് നിധിക, എനിക്ക് ആവശ്യമുള്ള
1,00,000 രൂപ തന്നതിന് നന്ദി. വളരെയധികം സന്തോഷത്തോടു കൂടി വേണം നിധികാ ദേവതയോട് നന്ദി പറയേണ്ടത്. ഇങ്ങനെ ഒരു 5 സെക്കൻഡ് നിങ്ങൾ പറയുക. ഇത്രമാത്രം ചെയ്താൽ മതിയാകും. ഇങ്ങനെ നിങ്ങൾക്ക് എവിടെയിരുന്നും പറയാവുന്നതാണ്. അതായത് നിങ്ങളുടെ വീട്ടിലിരുന്നോ, ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലിരുന്നോ, ഇനി അതല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ഉള്ളത് ആ ഒരു സമയത്ത് പണത്തിന് വളരെ പെട്ടെന്ന് ആവശ്യം വരുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ തന്നെ നിധികാ ദേവതയുടെ പേര് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. ഇനി ഈ ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്യുമ്പോൾ വളരെ സ്വസ്ഥമായി ശാന്തമായി ഏതെങ്കിലും ഒരു ഭാഗത്ത് മാറിയിരുന്ന് വേണം ചെയ്യേണ്ടത്. ഒച്ചയും ബഹളങ്ങളും ഒന്നുമില്ലാതെ വളരെ സ്വസ്ഥമായി ഒരു ഭാഗത്ത് മാറിയിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ മറ്റൊരു ചിന്തയും കടന്നുകൂടില്ല. അപ്പോൾ നമ്മുടെ ശ്രദ്ധയും ഈ സിമ്പലിലേക്ക് മാത്രമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് പൂർണ്ണമായും റിസൾട്ടും ഉണ്ടാകുന്നതാണ്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ വളരെ പെട്ടെന്ന് പണത്തിന് ആവശ്യം വരുമ്പോഴും ഇനി ഒരു വ്യക്തിയിൽ നിന്നും കുറച്ച് പണം കടം വാങ്ങി പറഞ്ഞ സമയത്ത് ആ പണം കൊടുക്കുവാൻ നിങ്ങൾക്ക് മറ്റൊരു വഴിയും കാണുന്നില്ല. അങ്ങനെയുള്ളപ്പോഴും നിധികാ ദേവതയെ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി സ്വന്തമായി വരുമാനം വർദ്ധിക്കുവാനും തൊഴിലിൽ അധിക ലാഭം ഉണ്ടാകുവാനും കയ്യിലെപ്പോഴും പണം അല്ലെങ്കിൽ ധനം നിലനിൽക്കുവാനും ഇനി സാമ്പത്തികപരമായ എല്ലാ പ്രശ്നങ്ങൾ തീരുവാനും നിങ്ങളുടെ സകല ചെലവും കഴിഞ്ഞ് ഒരു മാസം ഇത്ര രൂപയെങ്കിലും നിങ്ങൾക്ക് മിച്ചം പിടിക്കുവാൻ അങ്ങനെ പണം സംബന്ധമായ ഏതൊരു ആവശ്യങ്ങൾക്ക് വേണ്ടിയും നിധികാ ദേവതയെ ഈ പറഞ്ഞ രീതിയിൽ വിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി ഇത് ചെയ്യുവാൻ പ്രത്യേകമായ ദിവസം നോക്കേണ്ട ആവശ്യമില്ല. ഏത് ദിവസം വേണമെങ്കിലും ഈ ദേവതയുടെ പേര് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. ഇനി ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ വളരെയധികം പവർഫുള്ളായ സമയമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിരാവിലെ ഉണർന്ന ഉടൻ തന്നെ ഈ ഒരു മെത്തേഡ് ചെയ്താൽ കൂടുതൽ ഫലം ലഭിക്കുന്നതാണ്. ഇനി രാവിലെ സാധിക്കാത്തവർക്ക് ഉറങ്ങുന്നതിന് തൊട്ട് മുൻപായി ഈ ദേവതയുടെ പേര് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. ഏത് സമയത്ത് പറഞ്ഞാലും ശരി, നിങ്ങളുടെ ആവശ്യം ദേവതയോട് പറഞ്ഞതിന് ശേഷം ദേവതയ്ക്ക് നന്ദി പറയുവാൻ മറന്നു പോകരുത്. ഈ ഒരു മെത്തേഡിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യവും അതുതന്നെയാണ്. നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് എത്രത്തോളം ആത്മാർത്ഥമായി പൂർണ്ണ വിശ്വാസത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കുന്നുവോ അതിനനുസരിച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഫലം ലഭിക്കുന്നതാണ്. ചിലർക്ക് പറഞ്ഞതുപോലെ തന്നെ 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഫലം ഉണ്ടാകുന്നതാണ്. എന്നാൽ മറ്റു ചിലർക്കാകട്ടെ 1 മണിക്കൂറിന് മുൻപ് തന്നെ ഫലവും ലഭിക്കും. ഇനി ചിലർക്കെങ്കിലും 1 മണിക്കൂറിന് ശേഷവും ഫലം ഉണ്ടാകണമെന്നില്ല. അങ്ങനെയുള്ളവർ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം നമ്മുടെ കർമ്മവിനകൾ മൂലമാണ്, അതായത് മുൻജന്മ കർമ്മഫലം മൂലമാണ് നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രാർത്ഥനകൾക്കും ഫലമുണ്ടാകാത്തത്. അതുകൊണ്ട് തന്നെ നാമജപത്തിലൂടെയും ക്ഷേത്ര ദർശനത്തിലൂടെയും ദാനധർമ്മങ്ങളിലൂടെയും നമ്മുടെ മുൻജന്മ കർമ്മഫലം കുറയ്ക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനകൾക്കും പെട്ടെന്ന് തന്നെ ഫലം ഉണ്ടാകുന്നതാണ്. ഇനി 1 മണിക്കൂറിനുള്ളിൽ ഫലം കിട്ടാത്തവർ വിഷമിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വൈകിയാലും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ആഗ്രഹിച്ച പണവും നിങ്ങളുടെ കൈകളിൽ ഈ ദേവത എത്തിക്കുന്നതാണ്. ഇനി സാധിക്കുന്നവർക്ക് രാവിലെ ഉറക്കത്തിൽ നിന്നും ഉണർന്ന ഉടനെയും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപായും, അതായത് ഒരു ദിവസത്തിൽ 2 തവണ ഈ മെത്തേഡ് ചെയ്യാവുന്നതാണ്. ഏത് കാര്യം ചെയ്യുമ്പോഴും അത് പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചെയ്താൽ മിന്നൽ വേഗത്തിൽ ഫലമുണ്ടാകുന്നതാണ്. അതുകൊണ്ട് പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഈ പറഞ്ഞ രീതിയിൽ തന്നെ നിധികാ ദേവതയെ പ്രാർത്ഥിച്ചു നോക്കൂ. 100% നിങ്ങൾക്ക് ആവശ്യമുള്ള പണം 1 മണിക്കൂറിനുള്ളിൽ തന്നെ നിധികാ ദേവത നിങ്ങൾക്ക് നൽകുന്നതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.